പലപ്പോഴും നമ്മൾ പുരുഷന്മാർ നീതിക്ക് വേണ്ടി സ്റ്റാൻഡപ്പ് ചെയ്യാൻ മടിക്കുമ്പോൾ സ്ത്രീകളാണ് ഇത്തരം കാര്യങ്ങളിൽ നീതിക്ക് വേണ്ടി സ്റ്റാൻഡപ്പ് ചെയ്യുന്നു എന്നുള്ളതും വളരെ സ്തുത്യർഹമായ കാര്യമാണ്. ശബരിമല കേസിൽ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ആണെങ്കിലും ഈ കേസിൽ ജസ്റ്റിസ് നാഗരത്ന ആണെങ്കിലും ഒക്കെ വളരെ ശക്തമായി നമ്മുടെയൊക്കെ ദുർഗാദേവി സ്തുതിയിൽ പറയുന്നത് പോലെ അതിശക്തമായി ഈവിളിനെതിരെ നിന്നു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. ഈ ചെയ്തവർ സംസ്കാരി ബ്രാഹ്മണരാണെന്നും മറ്റും പറഞ്ഞ് ഉള്ള ന്യായങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു കാരണവശാലും ഞാൻ ആ ചർച്ചയിലുണ്ടായിരുന്നു. ബർഖാത്തിന്റെ മോജോ സ്റ്റോറിയിലെ ആ ചർച്ചയിലുണ്ടായിരുന്നു. അത് ബ്രാഹ്മണ സമുദായത്തിനും ഹിന്ദു സമൂഹത്തിനും പോലും നാണക്കേടാണ്. കാര്യം ഒരു ചെറിയ കുട്ടിയെ കൊല്ലുക, അമ്മയുടെ മുമ്പിലിട്ട് മകളെ റേപ്പ് ചെയ്യുക, മകളുടെ മുമ്പിലിട്ട് അമ്മയെ റേപ്പ് ചെയ്യുക. അതുകൊണ്ട് ഇത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മുടെ എല്ലാം മനസ്സിനെ പിടിച്ചു കുലുക്കണ്ട, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മളെല്ലാവരും ഇടത് വലത് ഭേദമന്യേ നിലപാടെടുക്കേണ്ട ഒരു വിഷയമാണ്. അതിൽ സുപ്രീം കോടതി റൈറ്റ് ആയിട്ടുള്ള ശരിയായിട്ടുള്ള സത്യത്തിനും ധർമ്മത്തിനും വേണ്ടിയുള്ള ഒരു മാർഗം കാണിച്ചതിൽ അത് സന്തോഷിക്കുകയും വേണം. ടെക്നിക്കാലിറ്റിയിൽ മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടെക്നിക്കാലിറ്റി ഉണ്ട്. അതായത് മഹാരാഷ്ട്ര കോർട്ടാണ് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ മഹാരാഷ്ട്ര ഗവൺമെന്റ് ആണ് എവിടെ കേസ് നടന്നു എന്ന്, അല്ലെങ്കിൽ എവിടെ സംഭവത്തിന് ആസ്പദമായ കാര്യം നടന്നു എന്നുള്ളതല്ല, എവിടെയാണ് കേസും ട്രയലും നടന്നത് അവിടത്തെ ഗവൺമെന്റ് ആണ് തീരുമാനിക്കേണ്ടതെന്നുള്ളൊരു ടെക്നിക്കാലിറ്റി ഉണ്ട്. എന്നാൽ അതിൽ മാത്രമല്ല ഇത്രയും ക്രൂരമായ ഒരു റേപ്പ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇത്രയും ക്രൂരമായ മർഡർ പോലുള്ള കാര്യങ്ങൾ, ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ മാറ്റം, സ്ത്രീകളോടുള്ള ബഹുമാനം, ഇതെല്ലാം ഊന്നി പറഞ്ഞുകൊണ്ടുള്ള ഒരു വിധിന്യായം വളരെ ആശ്വാസകരമാണ്. എനിക്ക് തോന്നുന്നു BJP, കോൺഗ്രസ്, CPM ഭേദമന്യേ എല്ലാവരും ഇത് അംഗീകരിക്കും. ഇത് അംഗീകരിക്കാതെ ഒരു മനുഷ്യനോ ഒരു ഇന്ത്യക്കാരനോ മുമ്പോട്ട് പോകാൻ കഴിയില്ല. അത്ര നല്ല വിധിയാണ്, ബോൾഡായ വിധിയാണ്, ബാക്കി യാതൊരുവിധ പരിഗണനയും ഇല്ലാത്ത ശക്തമായ വിധിയാണെന്ന് പറയാം. ഒരു പക്ഷേ ജസ്റ്റിസ് നാഗരത്ന ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആകും 2027 എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ജസ്റ്റിസ് നാഗരത്നയെ പോലുള്ള ജഡ്ജിമാർ വരട്ടെ, ശക്തിയുക്തം വരട്ടെ. നമ്മൾ അതിന്റെ പേരിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ തർക്കങ്ങളിലേക്ക് പോകാതെ, ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിന്റെ തർക്കത്തിലേക്ക് പോകുന്നതിന് പ്രശ്നമല്ല. ജസ്റ്റിസ് നാഗരത്ന ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്, ചോദ്യങ്ങളുണ്ട്. അതിലൊന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു സർക്കാർ പ്രതികൾക്ക് അനുകൂലമായ സമീപനം എല്ലാ തരത്തിലും എടുത്തു. സർക്കാർ ഇല്ലാത്ത അധികാരം പ്രയോഗിച്ചു, അധികാര ദുർവിനിയോഗം നടത്തി. ഇത് മിസ്യൂസ് ഓഫ് പവർ ആണ് എന്ന് മാത്രമല്ല, ഒരു കോടതി ഉത്തരവിനെ എങ്ങനെയാണ് റൂൾ ഓഫ് ലോ അട്ടിമറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നതിന്റെ ക്ലാസിക് എക്സാമ്പിളാണ് ഇത് എന്ന് ജസ്റ്റിസ് നാഗരത്ന എഴുതിയ വിധിയിൽ പറയുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം അവരുടെ ഒപ്പം നിൽക്കുന്ന ക്രിമിനലുകളെ സംരക്ഷിക്കാൻ, അവർ എത്ര നിഷ്ഠൂരരായ കുറ്റകൃത്യം ചെയ്താലും ആ ക്രിമിനലുകളെ രക്ഷിക്കാൻ ആ പാർട്ടിയും സർക്കാരും ഏതറ്റം വരെയും പോകും എന്നുള്ളതാണെങ്കിൽ നമ്മൾ കക്ഷി രാഷ്ട്രീയ വ്യത്യാസം മാറ്റിവെച്ച് അത് ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ല, അത് കക്ഷി രാഷ്ട്രീയ വ്യത്യാസം മാറ്റിവെക്കണമെന്ന് പറയാനുള്ള കാരണം മുമ്പുള്ള സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ്, അത് സുപ്രീം കോടതി ഇന്നത് തെറ്റാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ അന്നത്തെ ജഡ്ജ്മെന്റിൽ മെറ്റീരിയൽ ഫാക്ട്സ് സപ്രസ് ചെയ്തു എന്നൊക്കെ പറയുന്നെങ്കിലും സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് തന്നെയാണ് ഗുജറാത്ത് ഇത് കൺസിഡർ ചെയ്യണമെന്ന്. അപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും അങ്ങനെ ഒരു നിലപാടാണ് എടുത്തത്. 2000-ലെ നിയമമല്ല, അതിനു മുമ്പുണ്ടായിരുന്ന ഗുജറാത്തിലെ റെമിഷൻ ഉള്ളൊരു പോളിസിയുടെ ബേസിലാണ് ഇതുവരെ എടുത്തതെന്നുള്ളതാണ് അന്നത്തെ തീരുമാനവും നയവും നിലപാടും എല്ലാം വെളിയിൽ വന്നത്. ആ ഗുഡ് കോണ്ടക്റ്റോ സോ കോൾഡ് ഗുഡ് കോണ്ടക്റ്റിന്റെയോ ഭാഗമായി അന്ന് തന്നെ വിമർശനങ്ങൾ വന്നു. കാര്യം വിറ്റ്നസ് പ്രൊട്ടക്ട്, അല്ലെങ്കിൽ പോലീസ് വിറ്റ്നസ്സുകളെ ത്രട്ടൻ ചെയ്തു എന്നും അതിൽ ഒരാൾ മൊളസ്റ്റേഷന് വേണ്ടി ചാർജ് ചെയ്യപ്പെട്ടു എന്നൊക്കെ വന്നു. അപ്പൊ അവിടെയാണ് ഇത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സിസ്റ്റമിക്കായി നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷെ രാഷ്ട്രീയ വിഷയമല്ല, രാജ്യത്തിന്റെ പൊതുവിഷയമാണ്, സ്ത്രീ സുരക്ഷയുടെ വിഷയമാണ്, നിയമത്തിന്റെ വിഷയമാണ്. വളരെ ബോൾഡായ ഒരു ജഡ്ജി സധൈര്യം ഒരു നിലപാടെടുത്ത വിഷയമാണ്. അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന്റെ സങ്കുചിതമായ കള്ളികൾ ഇടുന്നതിനപ്പുറം നീതിയുടെ വിജയമായി കണ്ട് അതിനെ ഒരുമിച്ച് ആഘോഷിക്കാൻ നമ്മുടെ ഇന്ത്യക്കാർക്ക് കഴിയണം. അതിൽ കോൺഗ്രസ് ആഘോഷിക്കാവുന്ന ഒരു വിഷയമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ആശ്വസിക്കാം എന്ന് നമുക്ക് വേണമെങ്കിൽ പരമാവധി പറയാം. കാരണം അതിനിഷ്ഠൂരമായ കുറ്റകൃത്യത്തിന് 5 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ കൂട്ടബലാത്സംഗത്തിന് ഇരയാവുക, അവരുടെ 3 വയസ്സായ പെൺകുഞ്ഞ് കൊല്ലപ്പെടുക, കൺമുമ്പിൽ വെച്ച് കൊല്ലപ്പെടുക, അവരുടെ മാതാപിതാക്കളും ബന്ധുക്കളും എല്ലാം അവരുടെ കൺമുമ്പിൽ കൊല്ലപ്പെടുക, അങ്ങനെ 14 പേരുടെ ശവശരീരത്തിന് ഇടയിൽ ഓടിപ്പോയിട്ടാണ് ഈ നീതിക്ക് വേണ്ടി പോരാട്ടം മുഴുവൻ. ആരെയും കുറ്റം പറയാൻ അല്ലല്ല, ഒരു വരി മാത്രം. ഇവരിറങ്ങുമ്പോ ഇവരെ സ്വാതന്ത്ര്യ സമര സേനാനികളെ പോലെ മാലയൊക്കെ അണിയിക്കുന്ന ചിലരുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടി അതിനെ അംഗീകരിക്കുമെന്ന്. ഞാനടക്കം വരുന്ന ചാനലുകളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ തള്ളി പറഞ്ഞാണ്. ചാനലുകളിൽ ഇരുന്ന് തള്ളി പറഞ്ഞാണ്. രാഹുൽ ഈശ്വർ, ഈ വിഷയം കോടതിയിൽ വന്നപ്പോ എന്താണ് ഇന്ത്യയുടെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എടുത്തിട്ടുള്ള നിലപാടെന്താ? ഇന്ത്യൻ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയിൽ ചോദിച്ചത്, അല്ല സ്വന്തം ബന്ധുക്കളൊക്കെ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആൾക്കാർ പൂമാല അണിയിക്കുന്നതിൽ എന്താണ് അത്ഭുതം എന്നാണ്. അപ്പൊ ഇതെല്ലാവരും തള്ളിപ്പറയും. TV സ്റ്റേഷനിൽ വന്നിരുന്ന എല്ലാവരും പറഞ്ഞു എന്നൊന്നും പറയല്ലേ. ഇന്ത്യൻ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ മിസ്റ്റർ രാജു സുപ്രീം കോടതിയിൽ ഇതേ ജസ്റ്റിസ് BV നാഗരത്നയുടെ മുമ്പിൽ പറഞ്ഞ വാചകാണിത്. ആൾക്കാർ പുറത്തിറങ്ങുമ്പോൾ പിന്നെ ബന്ധുക്കൾ മാലയിടില്ലേന്ന്.
അല്ല, സാധാരണ ഇന്ത്യക്കാർക്ക് ഇത് അതിനുശേഷവും ഒരു രാഷ്ട്രീയ പരിപാടിയിലൊക്കെ അതിൽ ഒരു അക്യൂസ്ഡ് അല്ലെങ്കിൽ ഒരു കൺവിക്റ്റഡ് ആയ ആൾ വന്നിരുന്നു എന്നൊക്കെയാണ്. അപ്പൊ സാധാരണ ഇന്ത്യക്കാർക്ക് എനിക്ക് തോന്നുന്നില്ല മനസ്സിൽ നന്മയുള്ള ഒരു ഇന്ത്യക്കാരനും BJP-യോ കോൺഗ്രസോ CPM-ഓ മുസ്ലിം ലീഗോ ഏത് പാർട്ടി ആകട്ടെ ബിൽക്കിസ് ബാനുവിന്റെ വേദന മനസ്സിലാകാതെ ഇരിക്കില്ല. കാര്യം നമുക്കെല്ലാം കുട്ടികളുള്ളതല്ലേ, നമുക്കെല്ലാം അമ്മമാരും പെങ്ങന്മാരും ഒക്കെ ഉള്ളതല്ലേ. അപ്പൊ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്രൂരകൃത്യങ്ങളിൽ ഒന്നാണെന്ന കാര്യത്തിൽ ആർക്ക് ആ കാര്യത്തിൽ ആരും സംശയിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇന്ത്യ കണ്ട ഏറ്റവും ഹീനമായ കുറ്റകൃത്യങ്ങളിൽ ഒന്നായിരുന്നു ബിൽക്കിസ് ബാനുവിന് നേരെ, അവരുടെ കുടുംബാംഗങ്ങൾക്ക് നേരെ നടന്ന ആക്രമണം.